ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കീഴിലെ റിയാക്ഷൻ ആണ് DS ഇറേ. സിനിമയുടെ ഒഫീഷ്യൽ ടീസർ 11:30 വന്നിട്ടുണ്ട് കേട്ടോ. അതല്ലേ അളിയ, ഈ വർഷത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് DS ഇറേ. രാഹുൽ സദാശിവൻ. അതെ, കാരണം അത് തന്നെയാണ്. നമുക്കറിയാലോ, ചെയ്തിട്ടുള്ള സിനിമകളിലൊക്കെ അതിൻ്റെതായ വ്യത്യസ്തത കൊണ്ടുവന്നിട്ടുള്ള ആളാണ്. അപ്പം ഇതിലും ആ വ്യത്യസ്തത ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിന്റെ ഉള്ളിൽ നിന്ന് സൗണ്ട് വരുന്നത് തിങ്ങിയോണ്ടാണ്. ആ ത്രില്ല് കൊണ്ട്. അങ്ങനെ ഞാൻ ചില സമയങ്ങളുണ്ടല്ലോ ഈ ത്രില്ല് കയറിയിട്ട് സൗണ്ട് ഒക്കെ മാറൂലേ. ഞാൻ വിചാരിച്ചിട്ട് ഞാൻ മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞിട്ടുമില്ല. ഏത് അല്ലല്ല, ത്രില്ലായിട്ടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിങ്ങ. ഞാൻ ഇത് കാണാൻ വേണ്ടി വെയിറ്റ് 1 മിനിറ്റ് 45 സെക്കൻഡും ഉണ്ട്. അതെ, ടീസറിന്റെ ഡ്യൂറേഷൻ. വെയിറ്റിംഗിലാണ്. എന്തായാലും ഇതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റിന്റെ ഒരു പോസ്റ്റർ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ പോസ്റ്റർ. ഈ പോസ്റ്ററിന്റെ ഈ ഒരു ഔട്ട് കാണുമ്പോഴേ നമുക്ക് അറിയാം ഇതിന്റെ ഒരു ക്വാളിറ്റി. അല്ലെങ്കിൽ തന്നെ അങ്ങേരോടുള്ള ഒരു വിശ്വാസം ഉണ്ടല്ലോ രാഹുൽ സദാശിവനോട്, അത് കുറച്ച് കൂടുതലാ. പ്രത്യേകിച്ച് പ്രമേയുഗം എന്ന സിനിമയ്ക്ക് ശേഷം വരുമ്പോൾ. അതെ, പ്രമേയുഗം എന്താ സാധനം, അത് പറയണ്ടല്ലോ, അതിലേക്ക് കടക്കേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും നൈറ്റ് ഷിഫ്റ്റിന്റെ അടുത്ത പരിപാടിയാണ്. ഇവര് ഹൊറർ സിനിമകൾ മാത്രം ചെയ്യുന്ന ടീമാണ് കേട്ടോ. അതായത് വൈനോട്ട് സ്റ്റുഡിയോൻ്റെ നൈറ്റ് ഷിഫ്റ്റ് എന്ന മറ്റൊരു കമ്പനിയാണിത്. ഓക്കെ, എന്താണെങ്കിലും നമുക്ക് ടീസർ കാണാം, എന്നിട്ട് ബാക്കി പൊളിക്കാം. പ്രണവ് മോഹൻലാൽ, ആളുടെ ലുക്ക്, ആളുടെ അഭിനയം, ഇതൊക്കെ ഒന്ന് കാണണം. തകർക്കോ നോക്കാം. ഒന്നുമേ കാണുന്നില്ല. ഓ, ആഴത്തിലുള്ള വെറുപ്പോ ആഗ്രഹമോ ബാക്കി വെച്ച് ഒരാൾ മരിച്ചാൽ അയാളുടെ ആത്മാവ് പൂർണ്ണമായിട്ട് ഈ ഭൂമി വിട്ടു പോകാറില്ല. അവരുപയോഗിച്ചിരുന്ന വസ്തുക്കളിലൊക്കെ അവരുടെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ടായിരിക്കും. മ്യൂസിക് എല്ലാത്തിനും സാക്ഷിയായി അതെന്നാ മുറിയിലുണ്ടായിരിക്കണം. അതെന്താണ്, എന്തിനു നിങ്ങൾ ഉപദ്രവിക്കുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ ഇതൊക്കെ തുടങ്ങിയ സ്ഥലത്തിന് നമ്മൾ അവിടെ ആരുണ്ടല്ലോ. തിരിഞ്ഞോക്കടാ, പുറകിലല്ല മുന്നിൽ. സാധനം കേട്ടോ. അടുത്ത ഞെട്ടിക്കാൻ പോണ ഹൊറർ മൂവി ആയിരിക്കും. നമുക്ക് ഈ പ്രണവിന്റെ ലുക്കിൽ നിന്ന് തുടങ്ങാം. ആള് കുറച്ചൊന്ന് തടിച്ചിട്ടുണ്ട്, പിന്നെ ഹെയർ സ്റ്റൈൽ അടിപൊളി. സാധാരണ ഈ രീതിയിലല്ല വരാറ്. അതെ, പ്രണവിന് ഇങ്ങനത്തെ ഒരു ലുക്കിൽ കാണാൻ വളരെ ചുരുക്കമായിരിക്കും. അതെ, ഇത് കീടിലെ ലുക്കാ. പിന്നെ ആള് തന്നെയാണ് മുഴുനീളം തോന്നുന്നു. പിന്നെ ഒരുപാട് കഥാപാത്രങ്ങളൊന്നും എപ്പോഴും ഈ രാഹുൽ സദാശിവന്റെ സിനിമകളിൽ ഉണ്ടാവാറില്ല. അതെ, പിന്നെ എപ്പോഴും ഏറ്റവും വലിയ വെല്ലുവിളി ഭൂതകാലത്തിന്റെ മുകളിൽ വെക്കാൻ പറ്റുന്ന ഒരു ഹൊറർ മൂവി എന്നുള്ളതാണ്. അത് കുറച്ച് റിസ്ക്കാണ്. അത് സത്യമാണ് കേട്ടോ. അതിന്റെ മുകളിലേക്ക് നമ്മുടെ ഇപ്പം ഭ്രമയുഗമാണെങ്കിൽ പോലും അതിന്റെ മുകളിലേക്ക് ഇതും എനിക്ക് തോന്നുന്നു ഈ രണ്ടിനേക്കാളും ഡിഫറെന്റ് ആയിട്ടാണെന്ന് തോന്നുന്നു ഈ ഒരു സാധനം. അത്രയ്ക്കും മാറ്റം നമുക്ക് അതിനകത്ത് കാണാനുണ്ട്. പിന്നെ അറിയാലോ, ഒരു ഗോഡൗൺ, ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു മറ്റേ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നത്. ആ വീടും ആ പരിസരവും, പിന്നെ കുറച്ച് സംഭവങ്ങൾ മാത്രമേ പുറത്തൊക്കെ ഉള്ളത് ഉണ്ടാവുള്ളൂ. അതായത് ഒന്ന് മോഡേൺ രീതിയിലാണെന്നുള്ളൂ. അതെ, മറ്റേത് കുറേ വർഷങ്ങൾക്ക് പഴക്കം കാണിച്ചുകൊണ്ടുള്ള ഒരു നൂറ്റാണ്ടുകൾ പോകും. അതെ അതെ, അതും ഇതും തമ്മിലുള്ള വ്യത്യാസം അത്ര മാത്രം എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ അറിയോ, ഒരു ഹൊററിൻ്റെ ഒരു സ്റ്റീരിയോ ടൈപ്പ് പരിപാടി ഉണ്ടല്ലോ, അതിൻ്റെ ലെവലിലേക്ക് ചില സമയങ്ങളിൽ പോകുന്നുണ്ട്. അതിപ്പോൾ
അതിൻ്റെ ലൈറ്റിങ്ങും സൗണ്ടിലും ഒക്കെ ആയാലും അത് വരുന്നുണ്ട്. പിന്നെ കടിക്കുന്ന ആ സംഭവം ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, പാടിങ്ങനെ, പിന്നെ മിററിൽ ബാക്കിൽ കാണുന്നത്, ഇതൊക്കെ ഇത് സ്ഥിരം പരിപാടി തന്നെയാണ്. വേറൊരു സാധനമാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. അതെ, ഒരു രക്ഷയില്ല. ഞങ്ങളുടെ വീഡിയോക്ക് ഒരു പ്രത്യേക മൂഡ് കിട്ടാനേ ഇവിടെ അടുത്തൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആള് അതിനനുസരിച്ച് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തരുന്നുണ്ട്. നിങ്ങൾ കേൾക്കുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ. ഇതിനകത്ത് കാണുമ്പോ തിയേറ്ററിൽ കാണും. നാളെ ഹൃദയപൂർവ്വത്തിന്റെ ഒപ്പം ഉണ്ടാവും. നിനക്കത് കാണാം, നിനക്ക് കളങ്കാവൂര് കാണാം. എന്താണ് നല്ല കറക്റ്റ് ആട്ടോ അല്ലേ? എന്താണെങ്കിലും നാളെ ഇത് തിയേറ്ററിലൊന്ന് കാണുന്നുണ്ട്. ഈ റെഡിന് കുറച്ച് കൂടുതൽ പ്രാധാന്യം ഉണ്ടെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഷെയ്ഡിൽ ഏറ്റവും കൂടുതൽ വരുന്ന റെഡിന്റെ ഷെയ്ഡാണ്. റെഡ് തന്നെയായിരിക്കും കൂടുതൽ പ്രാധാന്യമുള്ളത്. പിന്നെ രാത്രി, പിന്നെ ഇൻഡോർ, ഈ സമയങ്ങളിലുള്ള ഗ്രേഡിങ്ങും കളറിങ്ങും അടിപൊളിയാണ്. പക്ഷേ എനിക്ക് പകലിലുള്ള, അതായത് ഒരു മുത്തശ്ശിയെ കാണിച്ചു, പിന്നെ നമ്മുടെ ഒരു പോലീസുകാരുണ്ടല്ലോ ആളെ കാണിച്ചു. ആള് ഇതിൽ പോലീസുകാരനല്ല കേട്ടോ, കണ്ണൂർ സ്പോട്ടിലോ ഇതിലൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആളെ കാണിച്ചപ്പോഴുള്ള കുറച്ച് വെളിച്ചം കൂടുതലാണ് സംശയം. ഒരു നോർമൽ ഒരു സാധനം വന്നത്, അതായത് പകലിലുള്ള സാധാരണ നമ്മൾ കാണുന്ന ഈ അടുത്ത് കണ്ടിട്ടുള്ള ഈ പകൽ ഷോട്ടുകളെക്കാട്ടിലൊക്കെ വ്യത്യാസമാണ്. പണ്ടത്തെ സിനിമകളിലൊക്കെ ഉണ്ടാവൂലേ, അത്രയ്ക്കും വെളിച്ചമാണ്, കുറച്ച് വെളിച്ചം കൂടുതലാണ്. അത് അങ്ങനെ തന്നെ ചെയ്തതായിരിക്കണം. അതായത് വൈറ്റ് കൂടുതലാണ് ഫ്രെയിമിന്. എന്താണെങ്കിലും സാധനം പൊളി സാധനമാണ്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഇപ്പോഴും പറയാനുള്ളത്, ഭൂതകാലത്തിൻ്റെ മുകളിലേക്ക് ഒരു സാധനം, അതത്ര എളുപ്പമല്ല. പക്ഷേ ഭൂതകാലത്തിൻ്റെ അടുത്തെങ്കിലും എത്തിയാൽ മതി. തീർച്ചയായിട്ടും അതിൻ്റെ ഒക്കെ അടുത്തുള്ള എത്താനുള്ള സാധനം ഉണ്ടാവും, ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. ഒരിക്കലും ഒരു ഹൊറർ സിനിമയ്ക്ക് പോയിട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സിനിമയ്ക്ക് പോയിട്ട് നാണം കെടുത്തി വിടൂല. അത് അതെന്താണെങ്കിലും ഉറപ്പാ, അതാണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും അത് പ്രതീക്ഷിച്ച് ധൈര്യമായിട്ടിരിക്കാം. അപ്പൊ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ. ആഴത്തിലുള്ള വെറുപ്പോ ആഗ്രഹമോ ബാക്കി വെച്ച് ഒരാൾ മരിച്ചാൽ അയാളുടെ ആത്മാവ് പൂർണ്ണമായിട്ട് ഈ ഭൂമി വിട്ടു പോകാറില്ല. അവരുപയോഗിച്ചിരുന്ന വസ്തുക്കളിലൊക്കെ അവരുടെ സാന്നിധ്യം ഇപ്പോഴും ഉണ്ടായിരിക്കും.